Dr. Bharatish, Chief Consultant Interventional Cardiologist, Maitra United Heart Center, Kasaragod സംസാരിക്കുന്നു. വേൾഡ് ഹാർട്ട് ഡേ സെപ്റ്റംബർ 29 ലോക ഹൃദയത്തിൻ്റെ ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഒരു പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയിട്ട് ഹാർട്ട് അറ്റാക്ക് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്താ, എങ്ങനെ കണ്ടുപിടിക്കാം, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്ന് പറഞ്ഞിട്ട് തരാം. ഹാർട്ട് അറ്റാക്ക് പറയുമ്പോൾ സാധാരണ എല്ലാവർക്കും അറിയുന്ന പോലെ ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന എല്ലാവർക്കും ഉണ്ടാവും. അതൊരു കോമൺ ആയിട്ടുള്ള സിംറ്റമാണ്. ടിപ്പിക്കൽ പിന്നെ എടിപ്പിക്കൽ സിംറ്റംസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ടിപ്പിക്കൽ ആയിട്ട് കാണുന്നത്, സാധാരണ എല്ലാവർക്കും കാണുന്നത് ചെസ്റ്റ് പെയിൻ എന്ന് പറയും. നെഞ്ചിലിങ്ങനെ കൈപിടിച്ചിട്ട് നെഞ്ചി ഭാരം വെച്ച പോലെ നെഞ്ചുവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാധാരണയായിട്ട് എല്ലാവരും വരും. അതല്ലാത്ത കൈക്ക് പോകുന്ന വേദന, റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറയും. അതൊരു ഹാർട്ടിന്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. അത് അല്ലാത്ത നെഞ്ചുവേദന അല്ലാത്ത ഏതെല്ലാം ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. കയ്യിൽ ചില ആൾക്ക് തരിപ്പുണ്ടാവും, ഇല്ല വിരൽ മാത്രം വേദന ഉണ്ടാവും, വിരലിൽ മാത്രം തരിപ്പുണ്ടാവും. പിന്നെ നടക്കുമ്പോൾ ദമ്മ് കെട്ടല്, സ്റ്റെപ്പ് കയറുമ്പോൾ ശ്വാസം മുട്ടല്, ദമ്മ് കെട്ടല്, ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട്. സ്റ്റെപ്പ് കയറുമ്പോൾ നെഞ്ചുവേദന, പിന്നെ ഇതല്ലാത്ത തലചുറ്റലും, കണ്ണിലിരിട്ട പോലെ തന്നെ സിങ്കോപ്പ്, പ്രീ സിങ്കോപ്പ് എന്ന് പറയും ഇംഗ്ലീഷിൽ, നമ്മൾ മെഡിക്കൽ ടേംസിൽ നെഞ്ച് വിടവിട അടിക്കുന്ന, ഇതെല്ലാം ഹാർട്ടിന്റെ ടിപ്പിക്കലായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. അതല്ലാത്ത ക്ഷീണം, പിന്നെ ഷുഗർ ഉള്ള ആൾക്കാർക്ക് സാധാരണയായിട്ട് നമ്മൾ കാണുന്ന എടിപ്പിക്കൽ സിംറ്റംസ്. സാധാരണയായിട്ട് ഇത് ടിപ്പിക്കൽ 80% ആൾക്കാർക്ക് ഇത് കാണില്ല, 20% ആൾക്കാർക്ക് മാത്രം എടിപ്പിക്കൽ സിംറ്റംസ് എന്ന് പറയും. സാധാരണയായിട്ട് കാണാത്ത സിംറ്റംസ്, ഈ ഭാരം വെച്ച പോലെ നെഞ്ചുവേദന ഈ ഷുഗർ ഉള്ള ആൾക്കാർക്ക് കാണാൻ സാധ്യത കുറവാണ്. സോ അങ്ങനത്തെ പേഷ്യൻസ് ചെറിയ വേദന, ഒരു കുത്തുന്ന പോലെ വേദന എന്ന് പറഞ്ഞിട്ട് വരും. നല്ലോണം വേദന ഭാരം വെച്ച പോലെ വരാൻ സാധ്യത കുറവാണ് ഷുഗർ ഉള്ള ആൾക്കാർക്ക്. സോ ഇങ്ങനത്തെ പേഷ്യൻസ് യൂഷ്വലി ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ മസിലിന്റെ വേദന എന്ന് പറഞ്ഞിട്ട് കാരലൈസ് ചെയ്തിട്ട് അങ്ങനെ മിസ്സായിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇത് എടിപ്പിക്കൽ സിംറ്റംസ്. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ സിംറ്റംസ്, ഈ തലചുറ്റലോ, നെഞ്ചടിപ്പോ, കേട്ടം കീറുമ്പോൾ കിതപ്പോ, കേട്ടം കീറുമ്പോൾ നെഞ്ചുവേദന, ഇതെല്ലാം ഹാർട്ട് ബ്ലോക്കിന്റെ ഒരു സിംറ്റംസ് ആണ്. ഇത് ഇതായാലും എല്ലാ സിംറ്റംസും ഒരു പേഷ്യന്റിന് ഉണ്ടാവണമെന്നില്ല. ഒരു സിംറ്റംസ് ഉണ്ടായാലും മതി, ഒരു ഹാർട്ട് ബ്ലോക്കിന്റെ ഇത് ലക്ഷണങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ശ്രദ്ധിച്ചിട്ട് ഇങ്ങനത്തെ സിംറ്റംസ് കണ്ടാൽ, ലക്ഷണങ്ങൾ കണ്ടാൽ, നിങ്ങൾ ആദ്യമായിട്ട് അടുത്തുള്ള ക്ലിനിക്കിൽ പോയിട്ട് മിനിമം ECG നിർബന്ധമായിട്ട് ചെയ്യണം. ECG ചില പേഷ്യൻസിന് ECG നോർമൽ ഉണ്ടാവും. ECG കഴിഞ്ഞിട്ട് ശേഷം ഹാർട്ടിന്റെ എക്കോ സ്കാനിങ് ആണ്, എക്കോ കാർഡിയോഗ്രഫി എന്ന് പറയും. ഇതാണ് ഇമ്പോർട്ടന്റ്. എക്കോ സ്കാനിങ് നമുക്ക് എന്തെല്ലാം കാണും? സ്കാനിങ്ങിൽ നമുക്ക് ഹാർട്ടിന്റെ പമ്പിങ്ങും പിന്നെ വാൽവിന്റെ ലീക്കും, ഇത് ഉണ്ടെങ്കിൽ, വാൽവിന്റെ ലീക്ക് ഉണ്ടെങ്കിൽ അതൊരു ഹാർട്ടിന്റെ ബ്ലോക്കിന്റെ ലക്ഷണമാണ്. അപ്പൊ ഹാർട്ട് അറ്റാക്ക് ആയ പേഷ്യൻസ് നമുക്ക് പമ്പിങ് കുറവ് കാണും, സ്കാനിങ്ങിൽ വാൽവിന്റെ ലീക്ക് കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതെല്ലാം ഹാർട്ട് അറ്റാക്ക് ആയാലും മാത്രം, 100% ബ്ലോക്കേജ് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആണ്. 100% ബ്ലോക്ക് ആയാലും മാത്രം കാണാൻ സാധ്യതയുള്ളൂ. ഹാർട്ട് അറ്റാക്കിന് മുമ്പത്തെ സ്റ്റേജ്, ഇപ്പൊ 95-99% ബ്ലോക്ക് ഉണ്ടെങ്കിലും സ്കാനിങ് നോർമൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇല്ല ബ്ലോക്ക് അല്ലെങ്കിൽ ഒന്ന് നോർമൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയാൽ മിസ്സാവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് അടുത്ത എന്താ ചെയ്യണം? സ്കാനിങ് നോർമൽ ഉണ്ടെങ്കിൽ പിന്നെയും ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നിട്ട് നോക്കുന്ന ത്രെഡ്മിൽ ടെസ്റ്റ്, TMT എന്ന് പറയും. ഇതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഇത് എന്തുകൊണ്ട് ചെയ്യുന്നത്? അറ്റാക്ക് ആവാൻ സാധ്യത ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടിയിട്ട് TMT ടെസ്റ്റ് ആണ് ആവശ്യമുള്ളത്. ത്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയും. അതിൽ ECG കണക്ട് ആക്കിയിട്ട് നമ്മൾ പേഷ്യന്റിന് ഒരു 10-15 മിനിറ്റ് നടക്കാൻ പറയും മെഷീനിൽ. അപ്പോൾ നടന്നിട്ടാവുമ്പോൾ ECG വ്യത്യാസങ്ങൾ കൂടിക്കൊണ്ട് പോയാൽ അതിൽ ബ്ലോക്ക് അറ്റാക്ക് ആവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറയും. ഇതാണ് ത്രെഡ്മിൽ ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ്. സോ ചില പേഷ്യൻസ് 90% പേഷ്യൻസ് TMT നമുക്ക് പോസിറ്റീവായി കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ പിന്നെയും 10% പേഷ്യൻറ്റ് TMT നോർമൽ ഉണ്ടാവും, എക്കോ സ്കാനിങ് നോർമൽ വരാൻ സാധ്യതയുണ്ട്, ECG നോർമൽ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ പേഷ്യൻസിന് ലക്ഷണങ്ങൾ ഉണ്ടായെങ്കിൽ, ലക്ഷണങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്. ലക്ഷണങ്ങൾ ഉണ്ടായെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആൻജിയോഗ്രാം ആണ്. ആൻജിയോഗ്രാം സിംറ്റംസ് ഉണ്ടായെങ്കിൽ, സിംറ്റംസ് പറഞ്ഞാൽ ലക്ഷണങ്ങൾ ഉണ്ടായെങ്കിൽ ആൻജിയോഗ്രാം ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോക്കണം. ആൻജിയോഗ്രാം പറഞ്ഞാൽ എന്താ? കയ്യിൽ സൂചി വെച്ചിട്ട് കളർ ഇട്ടിട്ട് നോക്കുന്ന ഒരു ടെസ്റ്റാണ്. സിമ്പിൾ ടെസ്റ്റാണ്, ബോധം എടുക്കാനൊന്നുമില്ല. 10-15 മിനിറ്റിന് ടെസ്റ്റാണ്. ഈ ടെസ്റ്റിൽ നമുക്ക്
കളർ ഇട്ടിട്ട് നോക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് ബ്ലോക്ക്, ചെറുതോ വലുതോ. ചെറിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഗുളിക മതിയോ, അല്ല മേജർ ബ്ലോക്കുകൾ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്ന ടെസ്റ്റാണ്. സോ ഇതെല്ലാം നമ്മൾ ഹാർട്ട് അറ്റാക്ക് ബ്ലോക്ക് ഉണ്ടാകുന്ന നോക്കുന്ന ടെസ്റ്റുകളാണ്. സോ നന്ദി.